നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ നടപ്പാക്കാൻ മുസ്ലിം ലീഗ് തുടർച്ചയായി 3 തവണ MLA-മാരായവർ മത്സരിക്കേണ്ടതില്ല എന്ന വ്യവസ്ഥ നടപ്പാക്കാനാണ് തീരുമാനം. PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചേക്കും. ടേം വ്യവസ്ഥ നടപ്പാക്കിയാൽ നിരവധി പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് 24-നോട് പറഞ്ഞു. ഇടതു പാർട്ടികളുടെ മാതൃക പിന്തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടേം വ്യവസ്ഥ നടപ്പിലാക്കാനാണ് മുസ്ലിം ലീഗ് ആലോചന. വ്യവസ്ഥ നടപ്പായാൽ KPA മജീദ്, മഞ്ഞളാംകുഴി അലി, PK ബഷീർ തുടങ്ങി പല MLA-മാർക്കും ഇത്തവണ അവസരം നഷ്ടമാകും. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ എന്നിവർക്ക് ഇക്കാര്യത്തിൽ ഇളവുണ്ടാകും. 1-2 തവണ മത്സരിച്ച് വിജയിച്ചവർ അതേ മണ്ഡലത്തിൽ തന്നെ തുടർന്നേക്കും. ടേം വ്യവസ്ഥ നടപ്പാക്കുന്നതോടെ യുവാക്കൾക്കടക്കം കൂടുതൽ പ്രാതിനിധ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് 24-നോട് പറഞ്ഞു. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകുമ്പോൾ ചില അനിവാര്യമായിട്ടുള്ള ആളുകളുണ്ടാവും, എക്സ്പീരിയൻസും ഉള്ള ആളുകളെയും വേണ്ടി വരും. അപ്പോൾ രണ്ടും ചേർത്തുകൊണ്ടുള്ളൊരു പട്ടികയായിരിക്കും പാർട്ടി തയ്യാറാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതുമുഖങ്ങളും യുവാക്കളും ഒക്കെ ഇത്തവണയും ആ രീതിയിലുള്ള ഒരു പരിഗണന പാർട്ടി തീർച്ചയായും നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം ഇത്തവണ UDF-ൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടണമെന്ന നിർദ്ദേശവും ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ചില സീറ്റുകൾ വച്ചുമാറുന്ന കാര്യവും സജീവ പരിഗണനയിലാണ്. ചില നേതാക്കൾക്ക് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. UDF-ൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ വേണം. എല്ലാ ജില്ലകളിലും സീറ്റുകൾ ഉറപ്പാക്കണം. 3 ടേം വ്യവസ്ഥ നടപ്പാവുകയാണെങ്കിൽ മുസ്ലിം ലീഗിൽ അത് ചരിത്രം. നിഖിൽ പ്രമേഷ്, 24, കോഴിക്കോട്.